അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനുള്ള പരിഹാരമായിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം സ്വന്തമായൊരു കിടപ്പാടം, സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എത്രയോ മനുഷ്യർ ആ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെ വീടെന്ന സ്വപ്നം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് ഒട്ടുമിക്ക ആളുകളും പ്രവാസിയാവുന്നത് പോലും തൻ്റെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ ഒരു വീടെന്ന സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ ഒരു പ്രധാനപ്പെട്ട ഇസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതാണ് ആ ഇസ്മ്? യാ ബാഖി യാ അല്ലാഹ്. യാ ബാഖി യാ അല്ലാഹ് എന്ന ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് 113 തവണയാണ് ചൊല്ലേണ്ടത്. 113 തവണ. നമുക്ക് ഒരു ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. കഴിയുന്നതും നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഇരുന്ന് ചൊല്ലാൻ ശ്രമിക്കുക. ഈ ഒരു ഇസ്മ നമ്മൾ 40 ദിവസം തുടർച്ചയായി ചൊല്ലുക. ഏറ്റവും കുറഞ്ഞത് 40 ദിവസമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു പരിഹാര മാർഗം അള്ളാഹു തആല കാണിച്ചു തരുന്നതാണ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് തടസ്സമുണ്ടായാൽ പോലും അള്ളാഹു തആല അതെല്ലാം നീക്കിക്കളയുന്നതാണ്. വീട് പണി പൂർത്തിയാകാത്തവർക്കും വീടെന്ന സ്വപ്നം ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഇസ്മ ഉപകാരപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീടെന്ന സ്വപ്നം എല്ലാവർക്കും അല്ലാഹു തആല നടത്തിത്തരട്ടെ. ആമീൻ. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.